ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ നിങ്ങളൊരു ഷാർക്കാണോ അതോ ടെഡി ബെയറോ എന്താണെന്നല്ലേ? അക്കോർഡിംഗ് ടു തോമസ് ആൻഡ് കിൽമാൻ, നമ്മുടെ കോൺഫ്ലിക്റ്റ് മാനേജ്മെൻറ്റ് സ്റ്റൈൽസ് ക്യാൻ ബി ഡിവൈഡഡ് ഇൻ ടു 5. ഈ 5നും ഓരോ മൃഗങ്ങളുടെ പേരാണ്. ഇൻട്രസ്റ്റിംഗ് അല്ലേ? ടേർട്ടിൽ, ഷാർക്ക്, ടെഡി ബെയർ, ഫോക്സ് ആൻഡ് ഔൾ. ടേർട്ടിലിൻ്റെത് അവോയ്ഡിങ് ആണ്. ആമ കണ്ടിട്ടില്ലേ? എന്തെങ്കിലും ഒരു പ്രശ്നമൊക്കെ വരുമ്പോഴേക്ക് വേഗം തലയ്ക്കകത്തേക്ക് ഇട്ടിട്ട് ഒളിഞ്ഞു നിൽക്കുന്നത്. അങ്ങനെ എല്ലാ കോൺഫ്ലിക്റ്റിനെയും എങ്ങനെ അവോയ്ഡ് ചെയ്യാമെന്ന് വിചാരിച്ചതിനെ അവോയ്ഡ് ചെയ്ത് പോകുന്ന ഞാൻ പ്രശ്നത്തിനൊന്നും ഇല്ലേ എന്ന് പറയുന്ന ടൈപ്പ് ഓഫ് ആൾക്കാരാണ്. ഷാർക്സ് എപ്പോഴും ഭയങ്കര കോമ്പറ്റിങ് ആൻഡ് അറ്റാക്കിംഗ് ആയിരിക്കും അല്ലേ? അതായത് 2 പേരിരുന്ന് ഒരു കോൺവെർസേഷൻ ഉണ്ടാക്കുക അല്ലെങ്കിൽ ഒരു കോൺഫ്ലിക്റ്റിനെ ഡിസോൾവ് ചെയ്യാൻ ശ്രമിക്കുകയോ ചെയ്യുമ്പോൾ അപ്പുറത്തുള്ള ആളെ കംപ്ലീറ്റ്ലി വിഴുങ്ങിക്കളയും. തേർഡ് വൺ, ടെഡി ബെയർ. ടെഡി ബെയർ എന്താണ് ചെയ്യുക? നമ്മൾ എന്ത് കൊടുത്താലും അതിങ്ങനെ കംപ്ലീറ്റ്ലി അക്കോമഡേറ്റ് ചെയ്യുക അല്ലേ? നമുക്ക് ഹഗ് ചെയ്യണമെങ്കിൽ ഹഗ് ചെയ്യാം, നമുക്ക് ഇടിക്കണമെങ്കിൽ ഇടിക്കാം, എന്താണെങ്കിലും അക്സെപ്റ്റ് ചെയ്തോളും. അതായത് നമ്മൾ ഗോളും റിലേഷൻഷിപ്പും, മുന്നിലിരിക്കുന്ന ആളുമായിട്ടുള്ള റിലേഷൻഷിപ്പാണോ നമ്മുടെ ഗോളാണോ ഒരു കോൺഫ്ലിക്റ്റ് മാനേജ്മെൻറ്റിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇവരുടെ ഗോളൊക്കെ മാറ്റിവെക്കും. അയാളായിട്ടുള്ള റിലേഷൻഷിപ്പാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. അപ്പോൾ അതെങ്ങനെയെങ്കിലും പോവാതിരിക്കാൻ വേണ്ടി ദേ വിൽ അക്സെപ്റ്റ് എവ്രിതിങ്. അടുത്തത് ഫോക്സ് ആണ്, കോംപ്രമൈസിങ് ആയിട്ടുള്ള ഫോക്സ്. ഇതിൽ ഗോളും റിലേഷൻഷിപ്പും വെക്കുകയാണെങ്കിൽ അവരെന്താ വിചാരിക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ റിലേഷൻഷിപ്പും അതുപോലെ തന്നെ ഗോളും രണ്ടും മോഡറേറ്റീവ്ലി, എൻ്റെ ഗോൾസിനെ ഞാൻ ലൂസ് ചെയ്യാൻ റെഡി ആണെങ്കിൽ അപ്പുറത്തെ ആളും ലൂസ് ചെയ്യാൻ റെഡി ആയിരിക്കണം എന്ന് വിചാരിക്കും. അപ്പോൾ അവൾ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദേ വാല്യൂ ബോത്ത് റിലേഷൻഷിപ്പ് ആൻഡ് ഗോൾ. അവരുടെ ഗോളും അവർക്ക് ഇമ്പോർട്ടൻ്റ് ആണ്, ആ റിലേഷൻഷിപ്പും അവർക്ക് ഇമ്പോർട്ടൻ്റ് ആണ്.